പാതിരിയാട് വില്ലേജ് ഓഫീസ് കെട്ടിടം പുരാവസ്തുവായി മാറ്റേണ്ട അവസ്ഥയിൽ. ഇടുങ്ങിയ മുറിക്കുള്ളിൽ 40 വർഷമായി ഒരു മാറ്റവുമില്ലാതെ തുടരുകയാണ് വില്ലേജ് ഓഫീസ് കെട്ടിടം. മറ്റൊരിടത്ത് പുതിയ കെട്ടിടം പണിയാൻ സ്ഥലം ലഭിച്ചെങ്കിലും ദൂരക്കൂടുതൽ കാരണം മാറാൻ അനുവദിക്കില്ലെന്ന വാദവുമായി പൗരസമിതിയും രംഗത്തുണ്ട്. മമ്പറത്തുള്ള മൈലുള്ളിമെട്ടയിലാണ് പാതിരിയാട് വില്ലേജ് ഓഫീസ് കെട്ടിടമുള്ളത്. 1986 തലശ്ശേരി അസിസ്റ്റന്റ് ജില്ലാ കളക്ടർ AK ദുബെ IAS ആണ് ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. 2 ഇടുങ്ങിയ റൂമും ചെറിയൊരു വരാന്തയുമാണ് ഇവിടെയുള്ളത്. രാവിലെ മുതൽ വൈകിട്ട് വരെ തകർന്നു വീഴാറായ ഇടുങ്ങിയ ഈ പുരാവസ്തു ഓഫീസിലെത്തി കാര്യങ്ങൾ സാധിക്കേണ്ട അവസ്ഥയാണ് പൊതുജനങ്ങൾക്ക്. വേനൽക്കാലമായതോടെ വിയർത്ത് കുളിച്ച് വേണം മടങ്ങാൻ. ഇവിടെ സ്ഥിരമായി എത്തി ജോലി ചെയ്യേണ്ടി വരുന്ന ജീവനക്കാരുടെ അവസ്ഥ ഇതിലും ഭീകരമാണ്. ഫയലുകൾ അടുക്കി വെക്കാനും നിന്ന് തിരിയാനും സ്ഥലമില്ലാതായതോടെ വീർപ്പുമുട്ടുകയാണ് ഇവിടെയെത്തുന്ന പൊതുജനങ്ങളും അധികൃതരും. ഇതിനൊരു മാറ്റം അനിവാര്യമാണെന്നിരിക്കെ തടസ്സവാദങ്ങൾ പലതാണ്. നിലവിലുള്ള സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് വില്ലേജ് ഓഫീസ് കെട്ടിടം മാറ്റാൻ പൗരസമിതി തയ്യാറല്ല. മമ്പറത്ത് തന്നെ കുറച്ചു മാറി മറ്റൊരിടത്ത് സ്വകാര്യ വ്യക്തി സൗജന്യമായി സ്ഥലം നൽകിയിട്ടുണ്ട്. എന്നാൽ ഗവൺമെന്റ് സ്ഥലമായ 10 സെന്റ് നിലവിൽ വില്ലേജ് ഓഫീസ് ഉള്ള സ്ഥലത്തിന്റെ പുറകിൽ തന്നെയുണ്ടെന്നും ഇവിടെ നിന്നും വില്ലേജ് ഓഫീസ് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ നാട്ടുകാരും പൗരസമിതിയും സമ്മതിക്കില്ലെന്നും പ്രദേശവാസി പറഞ്ഞു. ഇവിടുന്ന് പോകാൻ നമുക്ക് വലിയ വിഷമമാണ്. ഇവിടെ അടുത്ത് ഗവൺമെൻറ് സ്ഥലമുണ്ട്, ആസ്പത്രിൻ്റെ ആടാ, അതും വെച്ചിട്ടാണ് അങ്ങനെയൊക്കെ പോകുന്നത്. നമുക്ക് നല്ല പ്രതിഷേധം തന്നെയാണ്. ഇത് ഇങ്ങനെ സ്ഥലത്തിന് പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ പറയാം, പിന്നെ ഇത് ഇവിടുന്ന് പോകാൻ പാടില്ല. മമ്പറം നമുക്ക് ഇവിടുന്ന് പോയാൽ ഇത് നടക്കില്ല. പക്ഷേ ഇത് പോകാൻ വിടില്ല നമ്മൾ. എന്തായാലും എങ്ങനെയും വില കൊടുത്തിട്ട് സ്ഥലം മേടിച്ചിട്ടെങ്കിലും ഇവിടെ വില കൊടുത്തു നമ്മൾ. അതെന്തായാലും മമ്പറത്തേക്ക് വിടില്ല. ഈ ആടുന്ന സ്ഥലം കൊടുക്കാൻ ഇവിടെ നാട്ടുകാർ പൈസ എടുത്തിട്ടെങ്കിലും മേടിക്കും. അതിനാണ് ഇല്ല കണ്ടത്. പാതിരിയാട്, കേളാലൂർ, പൊയനാട്, മൈലുള്ളിമെട്ട, പറമ്പൈ, കീഴല്ലൂർ എന്നീ 6 ദേശങ്ങളാണ് പാതിരിയാട് വില്ലേജ് ഓഫീസിനെ ആശ്രയിക്കുന്നത്. ഒരു വില്ലേജ് ഓഫീസർ, ഒരു സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ, 2 വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്നീ തസ്തികയിലുള്ളവരാണ് നിലവിൽ ഇവിടെയുള്ളത്. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഈ ഒരു കെട്ടിടത്തിൽ നിന്നും എത്രയും വേഗം മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറണമെന്നതാണ് ഏവരുടെയും ആവശ്യം. ന്യൂസ് സൈറ്റ് കൂത്തുപറമ്പ. നമസ്കാരം. AG ഗോൾഡ് വിഷു അക്ഷയ തൃതീയ സ്പെഷ്യൽ ഓഫറുകൾ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഈ ശുഭദിനങ്ങളിൽ നിങ്ങളുടെ സ്വർണ്ണ പർച്ചേസ് കൂടുതൽ ലാഭകരമാക്കൂ. പ്രത്യേക ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഓരോ 1 പവൻ സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴും ഗോൾഡ് കോയിൻ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 40% വരെ ഡിസ്കൗണ്ട്. ഓരോ 50,000 രൂപ ഡയമണ്ട് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം. 5 പവനിൽ കൂടുതൽ കൽക്കത്ത, ആന്റിക്, ചെട്ടിനാട് നഗാസ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ പ്രത്യേക ഡിസ്കൗണ്ട്. പഴയ സ്വർണം മാറ്റി വാങ്ങുമ്പോഴും ഈ പ്രത്യേക ഡിസ്കൗണ്ട് ലഭ്യമാണ്. അക്ഷയ തൃതീയയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചു. ഈ ശുഭദിനങ്ങളിൽ നിങ്ങളുടെ ഓരോ പർച്ചേസും AG ഗോൾഡിൽ നിന്നാവട്ടെ.